നമസ്കാരമുണ്ട്. ആരാണ് ലീല? ആരാണ് നമ്മുടെ ഈ ലീല എന്ന് പറഞ്ഞ പുള്ളി? ഒരു നാടക നടിയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു 200ഓളം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. 50-ഓളം സിനിമകൾ, 50-100 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വിഷയം അതല്ല. ഈ പുള്ളിക്കാരി ഇപ്പം പല പ്രമുഖ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ അമ്മേനെ വൃദ്ധസദനത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ പോയി അങ്ങോട്ട്. ഭർത്താവും മക്കളും ഇവരെ തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് 90 വയസ്സായി. ഈ 90 വയസ്സായ അമ്മേനെ നോക്കാനായിട്ട് ഈ പുള്ളിക്കാരുടെ മക്കൾക്കും ഭർത്താവിനും താല്പര്യമില്ല. അങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ തിരുവനന്തപുരത്ത് അവിടെ കൊണ്ടാക്കിയതിനു ശേഷം ഈ സ്ത്രീയും കൂടി ഇതിന്റെ അമ്മയുടെ കൂടെ അവിടെ സ്ഥിര താമസമാക്കിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി പറയണ്ടായിരുന്നു അമ്മ ദൈവമാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ വേറെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പുള്ളിക്കാരി ഇതിന്റെ അമ്മേനെ സഹായിക്കുന്നതും വഴക്ക് പറയുന്നതൊക്കെ നമ്മള് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു ഇതിനകത്ത്. അപ്പൊ അതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞത് നേരാണോ അല്ലയോ നമുക്കൊന്നും അറിയില്ല, മനസ്സിലാവണ്ട. അപ്പൊ എന്തായാലും വഴക്ക് പറഞ്ഞെങ്കിലും ചിലപ്പോ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ വേറെ ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ ഉന്നയിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോ അതിന്റെ ചില സമയത്ത് പറയാൻ പറ്റില്ല. 80-90 വയസ്സായ ഒരു അമ്മയല്ലേ. അപ്പോ ചിലപ്പോ ചില മാനസികാവസ്ഥയിൽ ചിലപ്പോ പറഞ്ഞെന്ന് വരാൻ തോന്നുന്നു. എനിക്കറിയില്ല, പറഞ്ഞിരിക്കും. അപ്പോ എന്നാലും അതിന്റെ മക്കളും ഭർത്താവും നോക്കില്ല എന്ന് പറഞ്ഞപ്പോ അത് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് കേട്ടോ സംഭവം. മക്കളൊക്കെ നല്ല ഹൈ ലെവലുള്ളവരാണ്. വേണമെങ്കിൽ 2 ഹോം നേഴ്സിനെ വെച്ചാൽ പോരെ? എന്തേ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കണം. ആ ഹോം നേഴ്സ് നോക്കിക്കോളും കാര്യങ്ങള്. അത്രയ്ക്കുള്ള വിഷയം. ആ ഒരു വിഷയം പൈസ ചെലവാക്കാൻ പറ്റില്ല. പൈസ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവണ്ട. കൂട്ടി വെച്ച പൈസ ബാങ്കുകാര് അത് കുറച്ച് കാലം കഴിയുമ്പോൾ അവരെ എടുക്കും. കാരണം നിങ്ങൾക്ക് ചത്തുപോകും. ആ പൈസ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, മനസ്സിലാവണ്ട. മക്കളൊക്കെ ഹൈ ലെവലിലാണ്. മറ്റേ നേവിയിലോ ഒക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല ശമ്പളം. ഒരു 30,000 രൂപ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 15,000 രൂപ ഹോം നേഴ്സിന് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലേ? നിങ്ങൾക്കൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. പൈസ ഒന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല, ഉറപ്പതൊക്കെ മനസ്സിലുണ്ടോ? ആ പൈസ ബാങ്കുകാര് കണ്ടന്മാര് തിന്നും. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്, മനസ്സിലാവണ്ട. ഇതൊക്കെ വലിയ മഹാപാവങ്ങളിൽ ഒന്നാണ്, മനസ്സിലാവണ്ട. നിങ്ങൾക്കും ഇതുപോലെ ഗതി വരും, ഒരവസ്ഥ വരും, മനസ്സിലാവണ്ട. പരമാവധി ഒരു 60 വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോകണമാണ് ഏറ്റവും ബെറ്റർ. ഒരു 60-65 അത് വിട്ട് പോരുത്. അത് വിട്ട് പോയി കഴിഞ്ഞാൽ 8ന്റെ പണിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ചാനൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ വലിയ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റേ മച്ചാൻ ബ്ലോഗ്സ് നമുക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യും കേട്ടോ. ഷെയർ ചെയ്താൽ തന്നെ നമുക്കത് ഉപകാരമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും.